ബിഗ് ബോസ് ഹൗസ് അഗ്നി പരീക്ഷയിലുള്ള ആദ്യത്തെ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. വേണ്ടിയൊന്നല്ല, നല്ല തന്നെ ശബ്ദം ഉയർത്താനും പ്രശ്നം ഉണ്ടാക്കാനും എല്ലാം കപ്പാസിറ്റിയുള്ള പക്ക സാധാരണക്കാർ തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് ടീം എന്തായാലും സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന 40 കോമണേഴ്സിന്റെ ഒരു കൂട്ടത്തിനകത്ത് ഉള്ളത്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ടാസ്ക്, ഒരു മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു ടാസ്കിൽ തന്നെ പൂജ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുമായിട്ടാണ് എന്തായാലും ആ ഒരു പ്രശ്നം ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അത് കണ്ടവർക്കറിയാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാസ്കിനകത്ത് ഒരാൾ ഒരു മത്സരാർത്ഥി ചീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ അതിനെതിരെ അവരുടെ ഒരു പ്രതികരണം ആയിക്കോട്ടെ, ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് ആ ഒരു എപ്പിസോഡ്, ഈ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ തന്നെ വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മത്സരാർത്ഥികൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിലൂടെ എന്തായാലും മനസ്സിലാക്കും. കാര്യം ഈ ചീറ്റ് ചെയ്യപ്പെട്ട ഒരാൾ മാത്രമല്ല, അവർ ആ ചീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നില്ല. കാര്യം എല്ലാവരും മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും ജയിക്കുക, കപ്പടിക്കുക, അല്ലെങ്കിൽ ഇതിൽ പാസ്സാകുക, എന്നിട്ട് തുടർന്നുള്ള എപ്പിസോഡ്സിൽ അല്ലെങ്കിൽ തുടർന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് മാത്രം ടാർഗറ്റ് ആയിട്ട് എന്തായാലും എല്ലാവർക്കും ഉള്ളത്. സോ അതിനുവേണ്ടിയുള്ള മാക്സിമം എഫേർട്ട് എല്ലാവരുടെ സൈഡിൽ നിന്ന് നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷയുടെ ആ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു തുടക്കത്തിൽ എന്തായാലും ആദ്യത്തെ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തായാലും ഈ പറയുന്ന പൂജ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ചുറ്റപ്പെട്ട് തന്നെ കിടക്കുന്ന ഈ ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളത് എന്തായാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇനി ഹൗസിലേക്ക് കയറി കഴിയുമ്പോൾ ഉറപ്പായിട്ടും മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. അതൊക്കെ എന്തായാലും നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് എന്നാലും കണ്ടവരെന്നാലും അവരുടെ അഭിപ്രായം ഒന്ന് പറയുക. അതായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അതായത് പ്രതീക്ഷ തോന്നുന്നുണ്ടോ, അതായത് ഈ മത്സരാർത്ഥികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.